ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലാപ്പിംഗ് ബേർഡാണ്. അതിന് മുമ്പേ കുറേ നാളെ കണ്ടിട്ട് അതിന് ഭയങ്കര സോറി. സോ ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, ഫ്ലാപ്പിംഗ് സീഗിളാണിത്. സോ ഇതെങ്ങനെ ഫ്ലാപ്പാണ് ഇതാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി സീഗിളാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ലൈനില്ലാത്തൊരു പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ട് വരിക, എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഇത് ചെറുതാക്കാം. ഇതേപോലെ ഇവിടെ കുറച്ച് ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ലൈൻസ് എല്ലാവരും ബോർഡർ പോലെ ആയിട്ട് വേണം അതുകൊണ്ടാണ് ഫുള്ള് ചെയ്ത് ഇത് ഇവിടെ കൂടി ചെയ്യാൻ പാടുള്ളൂ, ഫുള്ള് ചെയ്യാൻ പാടില്ല. ഈ അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എക്സാക്ട് വരുന്നത് ട്രൈ ടു മേക്ക് എക്സാക്ട് ഫോൾഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറത്ത് ചെയ്ത് അതുപോലെയാണ് ചെയ്യുക. തിരിച്ച് വെച്ചിട്ട് രണ്ട് ബോർഡറുള്ള
രണ്ടും നമ്മൾ നടുക്കോടി ഇങ്ങനെ കൊണ്ടുതന്നെ ഉണ്ടാവും. നമുക്ക് സ്ക്വാഷ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാപ്പ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ചേക്കാം. ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചേക്കാം. യെസ്. അടുത്ത് നമുക്ക് പെഡൽ ഫോൾഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. പെഡൽ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെക്കുന്നതാണ് പെഡൽ ഫോൾഡ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. നല്ല പോയിൻ്റ് ആയിരിക്കണം, പോയിൻ്റ് ആയിരിക്കണം. ഇതുകൊണ്ടല്ലോ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. ഇതേപോലെ ഇരിക്കട്ടെ. ഇത് രണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കാം. ഇതാണ് നമുക്ക് ബോർഡർ സൈഡ് നോക്കണം. അതാണ് നമ്മുടെ ഫ്ലാപ്പിംഗ് മെക്കാനിസം. ഇതാണ് നമ്മുടെ ബോർഡർ സൈഡ്. സോ ഇതാണ് നമ്മൾ ടെയിലാക്കി യൂസ് ചെയ്യുന്നത്. ടെയിൽ നമ്മൾ റിവേഴ്സ് ഫോൾഡ് ചെയ്യുക. റിവേഴ്സ് ഫോൾഡ് ചെയ്തിട്ട് സോ തന്നെ ഇതേപോലെ ഇരിക്കും കാണുമ്പോൾ. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഫ്ലാപ്പിംഗ് ഇത് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം നമുക്ക് മടക്കിയിട്ട് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ലൈൻ ആവണം. എന്നാലേ നമ്മുടെ ഫസ്റ്റത്തെ ഇത് ആവത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇതും ചെയ്യുക. നമ്മുടെ ഫ്ലാപ്പിങ്ങിൻ്റെ ഇത് ചിറകാണ് കേട്ടോ. പക്ഷേ ഇത് ഇപ്പോൾ ഇത് ഫ്ലാപ്പ് ആകണ്ടോ നോക്കണേ. കാണിച്ചു തരാവേ. 3, 2, 1. ഇത് ഫ്ലാപ്പാണല്ലോ. ഇത് ചിറക്, ഇത് വാല്. ഇത് നമുക്ക് തലയിലേക്ക് പോവാം. തല ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് തുറക്കാം. തുറന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് പിൻ ചെയ്യുക. ഇതേപോലെ ഇത് നമുക്ക് ഇങ്ങനെ പിൻ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ക്രീം ചെയ്യാം. ഉണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും എത്തുന്ന വരെ നമുക്ക് ഇങ്ങനെ കൊണ്ട് തന്നെ ഇരിക്കാം. യെസ്. ഇത്ര എത്തിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് പോക്കറ്റ് ഉണ്ട്. നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിത് ഇങ്ങനെ മടക്കാം. നമ്മളടുത്ത് നമ്മൾ ബീക്ക് ഉണ്ടാക്കണം കേട്ടോ. ബീക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇത് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതും പിന്നെ ഇതും എക്സാക്ട് സെയിം ആയിരിക്കണം. സ്ക്വയർ സെയിം അല്ല. ഇനി
ഇനി നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് അൺഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് റിവേഴ്സ് ഫോൾഡ് ചെയ്യാം. ഫസ്റ്റത്തെ ഇതെടുക്കുക, 2 പോക്കറ്റ് ഉണ്ട്. ആദ്യത്തെ ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് റിവേഴ്സ് ഫോൾഡ് ചെയ്യാം. ആണല്ലോ സോ ഇതാണ് നമ്മുടെ സീകളുടെ ഏത്. ഇതിനടുത്ത് നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് നാരോ ചെയ്യാം. നാരോ ഉണ്ട് പിന്നെ ഇതും നമ്മൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നമുക്കിത് റാബിഡിയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളിത് 2 ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇതിനെ പറയുന്നത് റാബിഡിയർ. ഇത് ഇങ്ങനെ പോസിബിൾ നമുക്ക് ഇത് 2 നമുക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. നമ്മുടെ ബീക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സംഭവം കൂടി ചെയ്താണ് നമ്മുടെ ബീക്കിൻ്റെ ഇത് കിടക്കും. ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ടിപ്പിട്ടിട്ട് ഇത് താഴേക്ക് ആക്കി കൊടുക്കുന്നത് സീക്കിൻ്റെ ബീക്ക് വേണ്ടിയിട്ടുണ്ടാവും. അടുത്ത് നമുക്ക് ടെയിലിലേക്ക് തന്നെ പോവാം. ടെയിലൊരു വേറൊരു സാധനം വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ 2 പോയിന്റിലും ഒരു ചെറിയൊരു ഇതാക്കി കൊടുക്കണം. ചെറിയൊരു ക്രീസ് ഇട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് ക്രീസ് വേണം. ഭയങ്കര ഇതാകാൻ പാടില്ല. ഇത്ര വരെ അല്ലേ ഇതൊക്കെയല്ലേ. സോ നമുക്ക് ഇത്ര നമ്മൾ ചെയ്ത് സ്ഥിതിക്ക് ഇനി അടുത്ത നമുക്ക് ഇതിങ്ങനെ ചെയ്തിട്ട് അത് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇത് നമുക്ക് നല്ല ഇതാക്കി കൊടുത്തിട്ട് ഫോൾഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇത് കണ്ടല്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇത് 2 നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇത് തുറക്കാം. തുറന്നിട്ട് ഇത് 2 നോക്കിയിട്ട് ഇങ്ങനെ തുറക്കാം. 2 പോക്കറ്റ് തുറന്നിട്ട് നമ്മൾ സ്ക്വാഷ് ചെയ്യുന്നുണ്ട് ഇതേപോലെ. നമുക്ക് ഇതേപോലെ കിട്ടും. സോ ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ മടക്കണം. അല്ല ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ മടക്കണം. നമുക്ക് ഇതും അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പാരലലായിരിക്കണം ഇതിൽ കൂടി. യെസ്, നമ്മുടെ പിടിക്കാനായിട്ടുള്ള സ്ഥലം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിടക്കാം. വാലിലേക്ക് നമ്മുടെ ചിറകിലേക്ക് കിടക്കാം. ചിറകിലേക്ക് കിടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കിടക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇതും ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് ഇതേപോലെ സോ നിങ്ങൾക്ക് ഇത്ര മതിയെങ്കിൽ നിങ്ങളിത് ഡൺ ആയിട്ടുണ്ട്. കണ്ടോ? അല്ല നമുക്ക് വേറെ ഫെദേഴ്സ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ബോർഡർ ഇതാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ബോർഡർ അല്ല, ഈ ഒരു ഇതാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. സാരമില്ല. കറക്റ്റായത്
നമുക്ക് ഇതും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത്ര മതിയെങ്കിൽ നിങ്ങളിപ്പോൾ ഡണ്ണായിട്ടുണ്ട്. അല്ലാതെ നമുക്കിപ്പോൾ ഫെദേഴ്സ് ആണെങ്കിൽ ഞാൻ ഈ ഒരു ലെങ്ത്ത് തന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ 5 ഫെദേഴ്സ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റത്തെ ഫെദർ ഇങ്ങനെ ചെയ്യണേ. അല്ല അപ്പം നമ്മൾ ഇതിവിടെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഇതും നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇതൊന്നും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നോക്കാം. ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് രണ്ടും നമ്മൾ പിടിക്കുന്ന സാധനമല്ലേ, നമുക്ക് ഉള്ളിലേക്ക് ഇതെങ്ങനെ ആക്കാം. ഒരു വൃത്തിയുടെ ഇതുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് ഒരു പോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. നമ്മളിവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതിലേക്ക് നമ്മളിത് ഇങ്ങനെ കയറ്റി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കയറ്റിയാൽ മതി. കയറ്റുണ്ടാവും. അത് നമ്മൾ ഇവിടെയും ചെയ്ത് കൊടുക്കാം. ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇത് ഇങ്ങനെ തുറക്കണുണ്ട്. തുറന്നിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ താഴേക്ക് വന്ന ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. സോ ഇനിയും പുതിയ വീഡിയോസ് ഞാൻ വീണ്ടും വരും. അപ്പോഴേക്കും ബൈ.